ഇത് അറിയില്ല, കറക്റ്റ് പഠിച്ചണം. പിന്നെ ബലി ഒറ്റക്ക് അങ്ങനെ നിൽക്കില്ല, ഒപ്പൊരാള് വേണം, ഇല്ലെങ്കിൽ ഇങ്ങനെ നിലവിളിച്ചു. അത് അനിയത്തി, അവള് മെയിനായിട്ട് കുട്ടികളങ്ങനെ കളിപ്പിച്ച. അവൾക്ക് കുട്ടികളോടാണ് താല്പര്യം. എന്താണ് തീറ്റ ഇനി വൈകുന്നേരം കൊടുക്കും, ഇലയും കൊടുക്കും, വെള്ളവും. അതന്നെ പോലെ മെയിൻ തീറ്റ. ആടിനൊക്കെ ഇഷ്ടമാണ്. പിന്നെ വാപ്പ പോയാല് ആടിനെ ആരട്ട് കൊടുക്കും, വെള്ളം കൊടുക്കും. വാപ്പാന്റെ ഒപ്പം ഇവിടെ ഉണ്ടാകുമ്പോ സഹായിച്ചു കൊടുക്കും. ഇത് എന്ന് വെച്ചാ കറക്റ്റ് പേരറിയില്ല, ചിലതിന്റെ കര. ഇതിപ്പോ എന്റെ ഉപ്പാന്റെ ആട് ഫാമാണ്. ഇതില് കുറെ ആടുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒഴിവുണ്ടാകുമ്പോ ഇതിനൊക്കെ നോക്കും, വാപ്പയും എല്ലാരും നോക്കും. എന്നാവാ ആടുകളെ കാണാം. കുറെ ആടുകള് കൂടിന് പുറത്ത് കളിക്കുന്നുണ്ട്. ഇവിടെ കുട്ടികള് ഇവിടെ ഇങ്ങനെ പാഞ്ഞു കളിച്ചാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഹൈദരാബാദി, ജമുനാപ്യാരി, ബീറ്റല് അങ്ങനെ കുറെ ആടുകളൊക്കെ ഉണ്ട്. സ്ഥലം കീശ്ശേരി. എന്റെ ഉപ്പാന്റെ പേര് അബ്ദുൽ അലിബായി എന്നൊക്കെ വിളിക്കും അറിയുന്ന ആൾക്കാര്. ഇതൊരു ഹൈദരാബാദി, കറക്റ്റ് ഇല്ല. ഇതൊരു വിളവെത്തിയാണ്, എപ്പോഴും ഒലിച്ചിക്കും. ഇത്ര പായലാണ്. ഇതിന്റെ കുട്ടിയാണ്, ഈ ആടിന്റെ കുട്ടിയാണിത്. എന്നിട്ടല്ല, ഇതിന് 2 കുട്ടികള്. ഈ ആടിന് 2 കുട്ടികളുണ്ട്. ഒരു കുട്ടി ഇതും, ഒരു കുട്ടി ഇതും. ഇതൊക്കെ ചെനുള്ള പാലാടുകളാണ്. ഇതിവിടെ ചെറുപ്പത്തിലുള്ളതാണ്. ഇതിന്റെ കുട്ടിയാണിത്. ഇത് തോത്താപ്പിയാരിയാണ്. ഇതിപ്പോ ചെനയിലാണ് നിൽക്കുന്നത്. ഇവൾക്ക് തിന്ന കിടക്കുക, അതന്നെ പണി. ഇത് 2 മുട്ടൻ കുട്ടികളാണ്. ചെവിക്ക് നീളമുള്ള നല്ല 2 മുട്ടൻ കുട്ടികള്. ഇത് മുട്ടനാണ്, അത് ഒലിച്ചിക്കുക. നമ്മളില്ലാത്തപ്പോ പുറത്തിറങ്ങും, ഒലിച്ചിക്കാണ്. ആൾക്കാരെ കണ്ട ഒലിച്ചിക്കണ തന്നെ പണിയുള്ളൂ. അങ്ങനെ പായ നക്കുക. ആൾക്കാരുടെ അടുത്തേക്ക് അങ്ങനെ ഇല്ല. തിന്നാണെങ്കിൽ നല്ലൊരു തിന്നും പോവും. ഇവിടെ ഇപ്പം 20ന്റെ മേലെ ആടുകളുണ്ട്. കുറെ ഇവിടെ പ്രസവിച്ച ആടുകളുണ്ട്. ഇവിടെ നിർത്തുന്ന ആടുകളുണ്ട്, പ്രസവിച്ച കുട്ടികളെ. ഒരു ആടിനെ കൊടുത്താൽ പിന്നെ വേറെ ആടിനെ വാങ്ങും. ഇവിടെ നാടനാടില്ല, ക്രോസ് ബീഡ് അങ്ങനത്തെ ഐറ്റങ്ങളാണ് കൂടുതലുള്ളത്. ആദ്യം പഴയ കൂടേനി, അത് മാറ്റി ഇപ്പൊ പുതിയ കൂടാക്കി 2 മാസം 3 മാസമൊക്കെ ഇതാക്കിയിട്ട്. ഈ ആടുകളൊപ്പം കൂടുമ്പോഴാണ് ഏറ്റവും സന്തോഷം ഉണ്ടാവല്. ഞാൻ പിന്നെ ഒഴിവുണ്ടാകുമ്പോൾ മുഴുവൻ ബലപ്പാണ്. ഇവർക്ക് തീറ്റ കൊടുക്കാനും ബല നടത്തിച്ചാനും എല്ലാത്തിനും ബലപ്പന ഉണ്ടാവുന്നുണ്ട്. ഞാൻ കളിക്കാൻ പോയപ്പോ പൊതുവെ കുറവാണ്. ഇപ്പം ബലപ്പം തീറ്റ കൊടുത്ത് വൈകുന്നേരം, രാവിലെ സ്കൂളിൽ പോയി വന്നാല് വൈകുന്നേരം ബലപ്പം. പിന്നെ ഏട്ടൻ ഉണ്ടാവും, എൻ്റെ ഒപ്പം അഞ്ചത്തി ഉണ്ടാവും, പിന്നെ ഉമ്മ ഉണ്ടാവും. അങ്ങനെ ഓലിക്കായിട്ട് ഇങ്ങനെ ഇതിനെ കൊണ്ടെടുക്കുമ്പോ ഞങ്ങളാ നോക്കല്. ഉമ്മ, ഞാന്, അഞ്ചത്തി. ഞാന് 8ൽ പഠിക്കുന്നു. ഒയ്ഗൂര് ക്രസന്റ് HSS സ്കൂളിലാണ്. ഈ വീഡിയോയിൽ കാണുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും ആട് വളർത്തുക. ഒരു പെരയിൽ ഒരാടെങ്കിലും വേണം. ഇത് നല്ല സന്തോഷമാണ്, ഉഷാറാണ്. എല്ലാവരും ഓരോ ആടെങ്കിലും വളർത്തുക.